കുട്ടികളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലൈംഗിക പ്രക്രിയയിൽ എന്ത് പണിയാണ് പുരുഷന്മാരെടുക്കുന്നത്? അങ്ങയുടെ ചോദ്യമാണ്. സൂര്യനിൽ നിന്നും കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല. ഒരു കുട്ടി നോർമൽ പ്രോസസ്സിൽ ഉണ്ടാവാത്ത ആ സ്റ്റേജിലേക്ക് വന്നു. ക്വാളിറ്റിയുള്ള സ്പേമില്ല. ഇന്ന് ആർട്ടിഫിഷ്യലായിട്ടോ കൊച്ചിന് അകത്തേക്ക് വെച്ച് കൊടുക്കണത് ഇല്ലേ? സൂര്യനെ കാണാം, സൂര്യനെ കഴിക്കാൻ പോകാം, ഗണപതിയെ കാണാം, പാർവതിക്കൊപ്പം ആഹാരം കഴിക്കാം. നമ്മളുടെ ഉള്ളിലൊരു സിം കാർഡ് ഉണ്ട്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാത്തിടത്തോളം നമ്മളുടെ ഈ പറയുന്ന ഓരോ അനുഭവങ്ങളും വ്യക്തമല്ല, സത്യമല്ല. നമ്മൾ എന്തൊക്കെയോ കാണിച്ച് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുക, വിഭ്രാന്തിയിൽ ജീവിക്കുകയാണ്. ഇതൊരു ദിവസം പടുകുഴി ചെന്ന് ചാടാൻ പോണത്. ലിവിങ് ടുഗദർ ബന്ധത്തിലേക്കൊക്കെ പോകുന്ന ഇന്നത്തെ തലമുറയോട് ഗുരുജിക്ക് എന്താ പറയാനുള്ള? എനിക്കൊന്നും പറയാനില്ല. അത് അവരവരുടെ ജീവിതമാണ്, അവർ നശിക്കട്ടെ, അവരെങ്ങനെ വേണമെങ്കിലും. ഇതൊന്നുമല്ല വിവാഹം എന്ന് പറയുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അമ്മ ചാടിയാൽ മക്കൾ അതിനേക്കാൾ വലുതാണ്. എനിക്ക് വരുമാനമല്ല എൻ്റെ ലക്ഷ്യം. പൈസ ധാരാളം കണ്ടു കഴിഞ്ഞു. വാട്ട് നോട്ട് ടു ഡു എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിൻ്റെ എൻ്റെയർ സ്റ്റോറി പറയണത്. ജീവിതത്തിൽ എന്താണോ പാലിക്കാൻ പാടില്ലാത്തത്, എന്താണോ ചെയ്യാൻ പാടില്ലാത്തത്, അതിനെപ്പറ്റി മാത്രമാണ് മഹാഭാരതം പ്രതിപാദിക്കുന്നത്. ഇതെൻ്റെ അനുഭവത്തിലെ കാര്യങ്ങളാണ് പറയണത്. നമ്മുടെ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ പോണ 2 ടോറസിൽ കയറ്റി വെച്ചാൽ തീരില്ലാത്തതുകൊണ്ട് ഗ്രന്ഥങ്ങൾ നമുക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. സൂര്യനിൽ നിന്നും കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കുട്ടികളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലൈംഗിക പ്രക്രിയയിൽ എന്ത് പണിയാണ് പുരുഷന്മാരെടുക്കുന്നത്? അങ്ങയുടെ ചോദ്യമായിരുന്നു. അപ്പൊ എന്ത് പണിയാണ് സ്ത്രീകൾ എടുക്കുന്നത്? അവിടെ സ്ത്രീകൾക്കൊരു വലിയ ധർമ്മമുണ്ട്, ചെറുതൊന്നുമല്ല. ഒരു കുട്ടിയെ നമ്മളുടെ സ്പേം പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ മുഴുവൻ വളർത്തുക, അതിനെ പൂർണ്ണ വളർച്ചയെത്തി വെളിയിലേക്ക് അതിനൊരു വളർത്തി ഒരു കുട്ടിയായി. താങ്കൾ സംസാരിച്ചത് ആ ഒരു പ്രക്രിയയെ പറ്റി മാത്രമാണ്. അമ്മയുടെ മാതൃത്വം മറ്റൊരാൾക്കും, ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന മാതൃത്വം എന്ന് പറയുന്ന ഭാഗ്യം മറ്റൊരാൾക്കും കിട്ടില്ല. ഈ ഭൂമിയിൽ അമ്മയെന്ന് പറയുന്ന അവർക്ക് മാത്രം, സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. ശാസ്ത്രം വളർന്നപ്പോൾ ഒരുപാട് പേര് വെല്ലുവിളിച്ചു ആണുങ്ങളെ വാക്കെന്താണെന്ന് എനിക്കറിയത്തില്ല, ഗർഭശ്രീമാന്മാരാക്കാം എന്നൊക്കെ വെല്ലുവിളിച്ചിരുന്നു. പക്ഷെ അത് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് തെറ്റിദ്ധാരണയാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം. ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ, ആ എപ്പിസോഡ് ഞാൻ കണ്ടപ്പോൾ, ഇതിൻ്റെ ബാക്കി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് തോന്നിയത് അങ്ങയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു. ആ പറയപ്പെടുന്ന പ്രക്രിയ പുരുഷന്മാർ എന്ത്, ചിലപ്പോൾ അങ്ങ് സംസാരിച്ചു വന്ന കൂട്ടത്തിൽ അറിയാതെ വായിൽ നിന്ന് വീണ് പോയതാണെന്ന് എനിക്കറിയില്ല. നോക്കൂ, ഏകദേശം എനിക്ക് തോന്നുന്നത് അവിടെ 2-3 മണിക്കൂർ നേരത്തെ ടോക്സ് നടന്നതിനകത്ത് അവർക്ക് വേണ്ടത് മാത്രം അവർ കട്ട് ചെയ്ത് അതിനകത്തിട്ടു. അത് നന്നായിട്ട് വൈറലാവുകയും ചെയ്തു. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഇതെല്ലാവരും ഉപയോഗിക്കുന്ന അങ്ങനെ തന്നെയാണ്. ആവശ്യമുള്ളതിനെ വേണ്ടെടുത്ത് ഉപയോഗിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങേക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല? ഇല്ല, ഞാൻ ഈ പ്രക്രിയയിൽ ആണുങ്ങൾക്ക് പണിയൊന്നുമില്ല എന്നുള്ള. ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. പണ്ട് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. എങ്ങനെ? നമ്മൾ ഗാന്ധാരിയുടെ കഥ എടുത്തോ, സൂര്യനിൽ നിന്ന് പുത്രനുണ്ടായി. ഇന്ന് വന്ന് ഒരു വിവാഹം, സോറി ഞാൻ പറഞ്ഞു മാറിപ്പോയ, കുന്തിദേവിക്ക്, സോറി. അപ്പോൾ കുന്തിദേവിക്ക് ഇന്ന് വന്ന് ഒരു കുട്ടി നോർമൽ പ്രോസസ്സിൽ ഉണ്ടാവാത്ത ആ സ്റ്റേജിലേക്ക് വന്നു. ക്വാളിറ്റിയുള്ള സ്പേമില്ല. ഇന്ന് ആർട്ടിഫിഷ്യലായിട്ടോ കൊച്ചിന് അകത്തേക്ക് വെച്ച് കൊടുക്കണത് ഇല്ലേ? മെജോറിറ്റി ആളുകളും ഇന്ന് കൺസീവ് ചെയ്യാത്ത കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? മനുഷ്യൻ്റെ ക്വാളിറ്റി താഴേക്ക് പോവാണ്. ഇനിയൊരു 5 തലമുറ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോർമൽ ഇൻ്റർകോഴ്സിലൂടെ കൊച്ചുണ്ടാവുന്നവരെ അന്ന് ആൾക്കാർ കളിയാക്കും. അയ്യേ എന്ത് പൊട്ടത്തര പറഞ്ഞു, അങ്ങനെയൊന്നും കൊച്ചുണ്ടാവില്ല, കൊച്ചുണ്ടാവണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നൊരു IVF ചെയ്യണമെന്ന് പറയും. ഇൻ്റർകോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊച്ചുണ്ടാവാൻ വേണ്ടിയുള്ളതല്ല, അത് നമുക്ക് ആനന്ദിക്കാനുള്ള എന്തോ ഒരു സാധനമാണ്. നാളെ സമൂഹം പറയും, ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചോ. ഇന്ന് നോർമൽ പ്രോസസ്സിലൂടെ കുട്ടി ഉണ്ടാവാൻ വേണ്ടി ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുക ആണോ അല്ലയോ? ശരിയാ. നിങ്ങൾ എന്നെ വെറുതെ പുച്ഛിക്കണേന് കുഴപ്പമില്ല, ഞാൻ പുച്ഛിച്ചിട്ടില്ല. അല്ല, സമൂഹം കളിയാക്കിക്കോട്ടെ. പക്ഷെ ഇതാണ് സത്യം. പണ്ടത്തെ സിനിമകളിലൊക്കെ തന്നെ പണ്ടത്തെ സിനിമകൾ ഒരു കാര്യം അല്ല ഞാൻ പറയുന്നത്, പണ്ടത്തെ സിനിമകളിലൊക്കെ ഒരു പെൺകുട്ടിയെ ഒരാൾ കൊണ്ടുപോകുന്നു, ഒരു വട്ടം പീഡിപ്പിക്കുന്നു, 2 മാസം കഴിയുമ്പോൾ പെൺകുട്ടി ഗർഭിണിയാ. ഇപ്പൊ അങ്ങനത്തെ സിനിമകളില്ല, റിയാലിറ്റി പോയി. കാരണം അതല്ല സത്യം. ഇനി മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന പഴയ കാലങ്ങളിൽ നിന്ന് പോരുന്തോറും വിവാഹത്തിൻ്റെ രീതി തന്നെ മാറി തുടങ്ങി. പണ്ട് വിവാഹം എന്ന് പറയുന്നത് പുരുഷന്മാർ ക്വാളിറ്റിയുള്ള ശസ്ത്രവിദ്യ പയറ്റി തെളിയിപ്പിച്ച ശേഷം അവനിങ്ങനെ മുന്നിലൂടെ വരിയായിട്ട് പോകും. താല്പര്യമുള്ളതിനെ സ്ത്രീ സ്വീകരിക്കാറുന്നു അല്ലേ? ഇന്ന് പോയിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ എന്താ പറയുക, വന്ന ആണുങ്ങളുടെ മുമ്പിലൊക്കെ വന്ന് നിന്ന് ഇഷ്ടപ്പെട്ട് പോയൊന്നുമില്ല. ഇപ്പൊ
ഇപ്പോൾ വാട്സപ്പിൽ ചാറ്റിങ്ങിലൊക്കെ ഇപ്പൊ ഒരാള് രണ്ടുപേര് തമ്മിൽ ഒരു റിലേഷനിലാവുകയാണെങ്കിൽ അവർ 2 മാസം ഒരുമിച്ച് താമസിച്ച് നോക്കും. ഇത് സെറ്റ് ആവുകയാണെങ്കിൽ മാത്രമേ ഒരു കല്യാണത്തിലേക്ക്. ഞാൻ അങ്ങോട്ട് പോകണില്ല, നമ്മൾ ടോപ്പിക് അല്ല, ആ തലമുറയിലാണ്. ആ തലമുറ നമ്മൾ എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? ആ തലമുറയിലൂടെയാണ് ഇനിയും വൈകൃതമായി പോയിക്കൊണ്ടിരിക്കുക, വളരെ മോശമായ രീതിയിലേക്ക് പോയിക്കൊണ്ട്. ഇതൊന്നുമല്ല വിവാഹം എന്ന് പറയുന്നത്. വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ആര് പറഞ്ഞു? ഞാൻ പറയാണ്. നമുക്ക് നമ്മളുടെ സംസ്കാരത്തെ എടുത്ത് വെച്ചൊന്ന് നോക്കാം. ഒരാളുടെ ജീവിതം എങ്ങനെ വേണമെന്ന് അയാൾക്ക് തീരുമാനിച്ചു. ഡെഫിനറ്റ്ലി തീരുമാനിക്കാം. അതിൻ്റെ ഭവിഷ്യത്താണ് കാണുന്നതും. നമുക്ക് ഒരു മാതൃത്വം അല്ലെങ്കിൽ പിതൃത്വം, ഒരു മാതാപിതാക്കളുടെ നമുക്ക് ഭൂമിയിലേക്ക് വിട്ട് ഒരു ജന്മം തന്നതിന് അവരുടെ അനുശാസനയ്ക്ക് അനുസരിച്ച് ജീവിച്ചു പോയാൽ, ഒരു ക്വാളിറ്റിയുള്ള മാതാപിതാക്കൾക്ക് കുട്ടി ഉണ്ടായാൽ, അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചാണെങ്കിലോ അതിനിപ്പോൾ എന്താ കുഴപ്പം? അവരുടെ മക്കൾ വേറെ ഒരാളെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് പോകുമ്പോൾ അവർക്ക് അഭിപ്രായം പറയാം. അതാ പറഞ്ഞേ, പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, അമ്മ ചാടിയാൽ മക്കൾ അതിനേക്കാൾ വലുത് ചാടും. സമൂഹം മുഴുവൻ ഇന്ന് മോശമായി പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആത്മീയത സംസാരിക്കാൻ പറഞ്ഞത്. ആളുകൾക്കൊന്നും ഡൈജസ്റ്റ് ചെയ്യില്ല. ഇതൊന്നും ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഓർത്തൊന്നുമില്ല. ഞാൻ പറയുന്നത്, നമുക്ക് ചുറ്റും കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല. റിലേഷൻഷിപ്പുകൾ കല്യാണത്തിന് മുമ്പ് അപരിചിതനായ ഒരാളെ ഒരു ഗ്ലാസ് ചായ കൊടുത്തതിൻ്റെ പേരിൽ കല്യാണം കഴിക്കാൻ ഇന്നത്തെ പെൺകുട്ടികൾ തയ്യാറൊന്നുമല്ല. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ഒരു 50% കുട്ടികളേ ഉള്ളൂ. ബാക്കി 50% കുട്ടികൾ തയ്യാറല്ല. വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾ അതിന് തയ്യാറാവാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രയോ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഒരാളുമായി റിലേഷനിലായാൽ അവർ അന്നേരം ലിവിങ് ടുഗദറിലേക്ക് പോവുകയാണ്. ഇതൊക്കുന്നില്ലെങ്കിൽ കളയുന്നു, തിരിച്ചു പോകുന്നു. വീട്ടുകാർ അറിയുന്നൊന്നുമില്ല. ഞാൻ രോഹിത്തിനോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ ചോദ്യം കഴിഞ്ഞില്ല. വീട്ടുകാരെന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തിന് ജീവിതം നയിച്ചു പോകുന്നൊരു കാലഘട്ടത്താണ് അങ്ങ് വിട്ടിരുന്നുകൊണ്ട് ഈ ആത്മീയതയെ പറ്റി സംസാരിക്കുന്നത്. സൂര്യനെ കാണാം, സൂര്യനെ കഴിക്കാൻ പോകാം, ഗണപതിയെ കാണാം, പാർവതിക്കൊപ്പം ആഹാരം കഴിക്കാം. പിന്നെയുണ്ട് അങ്ങയുടെ കഥകൾ ഒരുപാടുണ്ട്. അദൃശ്യനായ ഒരു മനുഷ്യൻ എപ്പോഴും പാർട്ണറായി കൂടെ നടക്കുന്ന ഒരു കഥ അങ്ങയുടെ ഒരു ശിഷ്യഗണത്തിനുണ്ട്. ഞാനിത് പറയുമ്പോൾ അങ്ങയുടെ വായിൽ നിന്ന് കേട്ടിട്ടുള്ള അറിവിലല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. ഞാൻ അങ്ങയുടെ ശിഷ്യഗണങ്ങളോട് ഒരുപാട് പേരോട് സംസാരിച്ച് അവരുടെ അനുഭവങ്ങൾ കേട്ട് ഞാൻ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നൊരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കളുടെ എന്തോ ഒരു ശക്തി കൊണ്ട്, താങ്കൾ പകർന്നു കൊടുക്കുന്ന എന്തോ ഒരു വിദ്യ കൊണ്ട് അവർക്ക് ആ ഒരു അനുഭവത്തിലേക്ക്, ആ ലോകത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഇത് ദഹിക്കുന്ന എത്ര പേർ നമുക്ക് ചുറ്റുമുണ്ട്. നിലവിലുണ്ടായിരുന്ന സിസ്റ്റങ്ങളെ മുഴുവൻ പൊളിച്ചുകൊണ്ട് പുതിയൊരു ജീവിത രീതി കെട്ടിപ്പടുത്താതെ, ഒന്നിനെയും മൈൻഡ് ചെയ്യാതെ ആ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തലമുറയാണ് നമുക്ക് മുന്നിലുള്ളത്. ഭാവിയെക്കുറിച്ചോ ഭൂതത്തെക്കുറിച്ചോ ഒന്നുമില്ല. വർത്തമാന കാലഘട്ടത്തിൽ എന്താണോ സന്തോഷം തരുന്നത് അത് ചെയ്യുക. ഇതാണ് ഇന്നത്തെ യുവതലമുറയുടെ ആവശ്യം. അവരുടെ ജീവിത ശൈലി. അവിടെ എങ്ങനെയാണ് ഗുരുജി ഈ ആത്മീയത പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? ആത്മീയത പറഞ്ഞു തരാൻ ഏറ്റവും എളുപ്പമുള്ള ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ തന്നെ എടുത്തോ. ഈ മൊബൈലിന് സിം കാർഡ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം. എൻ്റെ വീടിൻ്റെ അടുത്ത ഒരാളുടെ മകൻ വെളിയിൽ നിന്ന് വന്നപ്പോൾ മൊബൈൽ കൊണ്ട് കൊടുത്തു. സിം കാർഡില്ല. പുള്ളി പറയുകയാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട്, മോനെ ഇതിൻ്റെ ഉള്ളിൽ വിളിച്ചിട്ട് കോള് പോകണില്ല. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ സിം കാർഡ് ഇടുന്നവനെ. പുള്ളി പറയും വേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം, സിം കാർഡൊന്നും വേണ്ടാന്ന്. ഇത് തന്നെയപ്പോൾ നമ്മളും പറയണത്. നമ്മളുടെ ഉള്ളിലൊരു സിം കാർഡ് ഉണ്ട്. അതിന് ആക്ടിവേറ്റ് ചെയ്യാത്തിടത്തോളം നമ്മളുടെ ഈ പറയുന്ന ഓരോ അനുഭവങ്ങളും വ്യക്തമല്ല, സത്യമല്ല. നമ്മൾ എന്തൊക്കെയോ കാണിച്ച് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുക, വിഭ്രാന്തിയിൽ ജീവിക്കുകയാണ്. ഇതൊരു ദിവസം പടുകുഴി ചെന്ന് ചാടാൻ പോണത്. എത്ര മനുഷ്യർക്ക് ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സമാധാനമുണ്ട്. ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കാണുന്ന ഇപ്പോഴത്തെ സന്തോഷവും സുഖമൊക്കെ അങ്ങ് തീരും. ഒരല്പം അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടോ ഡിപ്രഷൻ. മെജോറിറ്റി എത്ര % ആളുകൾ ഇന്ന് ഡിപ്രഷനിൽ പോകണ്ടെന്നറിയോ? കാരണം എന്താ? കോംപ്ലിക്കേറ്റഡ് മെമ്മറി. നിങ്ങൾ പറഞ്ഞു 16-ാം വയസ്സിൽ ആദ്യത്തെ ട്രയൽ, രണ്ടാമത്തെ, പിന്നെ മൂന്നാമത്തെ, എത്രയോ ബന്ധങ്ങളിലൂടെ ആളുകൾ കടന്നു പോകണു. ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഉണ്ടാക്കുക. ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് അതാണ് ജീവിതം എന്ന് ഓർത്ത് നടക്കുക. അതല്ല ജീവിതം. നിങ്ങൾ നോക്ക്, റിയാലിറ്റി കാണണമെന്നുണ്ടെങ്കിൽ അതേപോലെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം സുഖമാണ്. ഈ ലിവിങ് ടുഗദർ ബന്ധത്തിലേക്കൊക്കെ പോകുന്ന ഇന്നത്തെ തലമുറയോട് ഗുരുജിക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. അത് അവരവരുടെ ജീവിതമാണ്. അവർ നശിക്കട്ടെ, അവരെങ്ങനെ വേണമെങ്കിലും നടക്കട്ടെ. ഞാനതിനൊന്നും ഇടപെടില്ല. ഗുരുജിയുടെ സങ്കല്പത്തിലുള്ള ഒരു വിവാഹം എങ്ങനെയായിരിക്കണം? എൻ്റെ സങ്കല്പത്തിലുള്ള വിവാഹം എന്ന് പറയുന്നത് മാതാപിതാക്കൾ കണ്ടുപിടിക്കുന്ന പുരുഷനായിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കണം. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡെഫിനറ്റ്ലി അത് ഇഷ്ടപ്പെടും. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ ഞാൻ പോലും അറിയാത്ത പ്രായത്തിലാണ് എനിക്ക് ആദ്യ വസ്ത്രം മുതൽ എനിക്ക് എല്ലാ സാധനവും വാങ്ങി തന്നത്. അതിന് ഞാൻ അംഗീകരിച്ചതുപോലെ തന്നെയാണ് എൻ്റെ വിവാഹ സ്ത്രീയെയും ഞാൻ അംഗീകരിച്ചത്. അതാണ് വേണ്ടത്. മാതാപിതാക്കൾ പറയുന്ന വഴിയിൽ സഞ്ചരിച്ചാൽ ഒരിക്കലും അബദ്ധം ഉണ്ടാവില്ല. നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അച്ഛനമ്മയെ കൊണ്ട് കാണിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം കഴിക്കാൻ, അത് വേണോ വേണ്ടോ തീരുമാനിക്കാൻ നമുക്ക് അവകാശമുണ്ട്. കാരണം നമ്മളുടെ മാതാപിതാക്കൾ പറയുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മൾ ആപത്തിൽ വീഴില്ല. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അവരുടെ ജീവിതം അവരുടെ എക്സ്പീരിയൻസ് അല്ലേ.
എൻ്റെ എക്സ്പീരിയൻസ് അല്ല ഇപ്പം ഞാൻ പറയണത്. ഈ മെഡിറ്റേഷനിൽ നിന്ന് കിട്ടുന്ന എന്ത് കാര്യവും ഞാൻ പറയണ്ടോ, ഞാൻ ബുക്കിഷ് ഇൻഫർമേഷൻ വെച്ചിട്ട് തൊഴിലാളി അയക്കണതല്ല. ഇതെൻ്റെ അനുഭവത്തിലെ കാര്യങ്ങളാണ് പറയണത്. ഇതിൻ്റെ അടിയിൽ കമൻ്റ് എഴുതുന്ന പോലെ എളുപ്പമല്ല ഇത്. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് നട്ടലിന് ഭൂമിയിലേക്ക് വേരിറങ്ങിയപ്പോൾ കിട്ടിയ അനുഭവമാണ്. ദേഷ്യം വരുന്നുണ്ടോ? എനിക്ക് ഒട്ടുമില്ല. ഈ അർത്ഥവത്തായിട്ടുള്ള ചോദ്യങ്ങളിലൂടെ ആൻസർ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പോണതുകൊണ്ടുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഒരിക്കലും ദേഷ്യമില്ല എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ സാധാരണക്കാർക്ക് അങ്ങ് പറഞ്ഞ കമന്റ് തൊഴിലാളികൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. അവർക്ക് ഇതിൻ്റെ ആൻസർ അറിയണ്ട. ഈ കമന്റ് എഴുതുന്നവർക്ക് പ്രത്യേകിച്ച് ഈ നോളജ് ഒന്നും വേണ്ട. ഇവരെല്ലാം യൂട്യൂബ് അധ്യാപകരാണ്. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരാൾ പറയും, ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എൻ്റെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾ ചോദിച്ചു, ഗുരുജി ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ്റെ വീഡിയോ കണ്ടു, ഒന്ന് കാണാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. പറഞ്ഞു ആ മെഡിറ്റേഷനിലൂടെ ഇന്ന അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്പറില്ല, അവരെ വിളിച്ചു ചോദിക്കുമെന്ന് പറഞ്ഞു. അവർ വിളിച്ചു ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അവർ തന്നെ ക്ലാസ്സിൽ വന്നിരുന്ന് പറഞ്ഞു, ഗുരുജി അത് അവർ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയെന്നുള്ള അവരിതൊന്നും പ്രാക്ടീസ് ചെയ്തേക്കണമല്ല, പല പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനെ ഒരു വീഡിയോ ആക്കിയേക്കണമെന്ന്. ഇന്നത്തെ ആളുകൾക്കൊരു ജോലിയാണ്, ഒരു വരുമാനമാണ്. നിങ്ങൾക്ക് നോക്ക്, ഞാൻ ഇതുവരെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇതുവരെ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് 5 പൈസ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വരുമാനമല്ല എൻ്റെ ലക്ഷ്യം. പൈസ ധാരാളം കണ്ടു കഴിഞ്ഞു, ഇനി എനിക്ക് പൈസ അല്ല വേണ്ടത്. എന്താണ് തസ്മൈ ഗുരുജിയുടെ ലക്ഷ്യം? എൻ്റെ ലക്ഷ്യം എനിക്കൊരു റിസർച്ച് സെൻറ്റർ ഉണ്ടാക്കി ഈ നമ്മുടെ സംസ്കാരം ലോകത്തെ അറിയിക്കുക. സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാക്കുന്നതാണോ സംസ്കാരം? അതൊരു ഭാഗമാണ്, അതിനകത്ത് ഒരു വിഷയമാണ്. എന്താണ് നമ്മുടെ സംസ്കാരം? നമ്മുടെ സംസ്കാരം എന്നത് സനാതന ധർമ്മം, ഒരിക്കലും നശിക്കാത്ത ഇന്നലകളിൽ എന്തായിരുന്നു ഇന്നും അത് തന്നെ, നാളെയും അതുപോലെ തന്നെ ദർശനങ്ങളുള്ള മതത്തെ. ആർഷഭാരത സംസ്കാരമാണോ? ആർഷഭാരത സംസ്കാരം സത്യം തന്നെയാണ്. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം 100% നല്ലതാണ്. അവിടെ കാഷായ വസ്ത്രധാരികളായ അധ്യാപകർ എന്ന് ഞാൻ പറയാനുള്ള വസ്ത്രത്തിനല്ല പ്രാധാന്യമുണ്ട്. കാഷായ വസ്ത്രം ധരിക്കുന്നത് നശിച്ച് ജീവിക്കുന്ന സന്യാസി സമൂഹമാണ്. മഹാഭാരതത്തിൽ നമ്മളൊക്കെ വെച്ച് ആദരിക്കുന്ന പാണ്ഡവന്മാരുടെ അമ്മ കുന്തിദേവിക്ക് 5 മക്കൾ. 5 മക്കൾക്കും എത്ര അച്ഛന്മാർ? ഒരേ ഒരു അച്ഛനേ ഉള്ളൂ. ആര്? പ്രപഞ്ച സൃഷ്ടിയാണ് അവരുടെ മക്കൾ. എന്നാ പിന്നെ പ്രപഞ്ചം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇതെന്തിനാണ് ഓരോരുത്തരുടെ പേര്? മഹാഭാരതത്തിന്റെ കഥയെ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു തരത്തിലാണ്. വാട്ട് നോട്ട് ടു ഡു എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിന്റെ എൻ്റയർ സ്റ്റോറി പറയണത്. ജീവിതത്തിൽ എന്താണോ പാലിക്കാൻ പാടില്ലാത്തത്, എന്താണോ ചെയ്യാൻ പാടില്ലാത്തത്, അതിനെപ്പറ്റി മാത്രമാണ് മഹാഭാരതം പ്രതിപാദിക്കുന്നത്. നിങ്ങൾ അതിനകത്തിരിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും കഥാപാത്രങ്ങളും നോക്ക്, എല്ലാവരും വളരെ ശ്രേഷ്ഠരായിരുന്നു. അവരുടെ എല്ലാവരുടെയും നിർബന്ധ ബുദ്ധിയും വാശിയുടെയും ഭാഗമാണ് അവരുടെ ജീവിതം ഇങ്ങനെയാക്കി മാറ്റിയിടുന്നത്. അപ്പൊ അങ്ങ് പറയുന്ന ജീവിതത്തിൽ എന്താണോ പാലിക്കപ്പെടരുതാത്തത് അതാണ് മഹാഭാരതത്തിൽ പറയുന്നതെങ്കിൽ കുന്തിദേവിക്ക് സൂര്യനിൽ നിന്നാണ് പുത്രൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ 6 മക്കളില്ല, 5 6 മക്കൾ, ക്ഷമിക്കണം, പഞ്ചപാണ്ഡവർ 5 പേരെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 6 മക്കൾ, കർണനടക്കം 6 മക്കൾ. അതിൽ മൂത്ത കുട്ടി കർണൻ സൂര്യപുത്രനാണ്. ജീവിതത്തിൽ ആവർത്തിക്കപ്പെടരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് താങ്കൾ ഇപ്പൊ ആവർത്തിക്കണമെന്ന്. അതുകൊണ്ടല്ല, അങ്ങനെയല്ല. അവർക്ക് ദൈവം ഒരു വരം കൊടുത്തു. എങ്ങനെ? അതായത് അവർക്ക് കിട്ടിയ വരം എന്ന് പറയുന്നത് ഒരു ഭൂമിയിൽ ഒരു സ്ത്രീക്കും ലഭിക്കാത്തൊരു വരമാണ് കിട്ടിയത്. ആ വരം കിട്ടിയ ഉടനെ പരീക്ഷിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ഒരു വരം ലഭിക്കുന്നതുകൊണ്ട് അതിനെ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇതിൻ്റെ പോസിബിലിറ്റിയെ പറ്റി ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല, അത് ലോകത്തിന് അത്ഭുതമാണ്. എന്നെ സംബന്ധിച്ചുള്ള അത്ഭുതമല്ല. ഞാൻ ഓൾറെഡി മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് ഒരു 50 വർഷം മുമ്പ് എൻ്റെ ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ പറഞ്ഞു അവിടെ കാറിൽ പോകണ്ടെന്ന്. ഞാൻ പറഞ്ഞു ചുമ്മാ തള്ളു പറയാം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. കുന്തിദേവിയുടെ 5 മക്കളുടെ 6 മക്കളുടെ അച്ഛന്മാർ പ്രകൃതിയാണെങ്കിൽ അതേ ഭാരതത്തിൽ പറയുന്ന പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ എങ്ങനെ സംഭവിച്ചു? അത് പൂർവ്വജന്മത്തിൽ പാഞ്ചാലിക്ക് അങ്ങനെ ഒരു വരം കിട്ടിയതാ. ചോദിച്ചു മേടിച്ച. എങ്ങനെ? എനിക്ക് ഇന്ന ക്വാളിറ്റിയിലുള്ള ഭർത്താവ് വേണമെന്ന് പറഞ്ഞു. കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വേണമെന്ന് പറഞ്ഞ് ചടിച്ചു. തഥാസ്തു, കിട്ടി. 5 രൂപത്തിൽ 5 എണ്ണമായിട്ടാണ് കിട്ടിയത്. അനുഭവിക്കേണ്ട കർമ്മഫലം. നമ്മുടെ ജീവിതം നമ്മൾ അത് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. എന്റെ ഭർത്താവിന് വേണ്ടാത്ത സുഖഭോഗങ്ങൾ എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് കണ്ണുമൂടി കിട്ടിയ ഗാന്ധാരി. അതും തെറ്റല്ലേ ജീവിതത്തിൽ ചെയ്തത്? ഗാന്ധാരി അത്ര വലിയൊരു രാജകുടുംബത്തിൽ രാജപുത്രിയായിട്ട് ജീവിച്ച് എത്രയോ സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്ന ഭർത്താവിന്റെ കൂടെ കണ്ണ് തുറന്നാണ് ജീവിക്കേണ്ടത്. അന്ധയായിട്ട് ജീവിക്കല്ല. ഗാന്ധാരിയുടെ അച്ഛനും അമ്മയ്ക്കും കണ്ണില്ലായിരുന്നു. അന്ധനായ ഒരാളെ എന്തിനാ കെട്ടിച്ചു കൊടുത്തത്? നോക്ക്, ഇതൊരു രാജകുടുംബത്തിലേക്ക് അത് നമ്മൾ മുഴുവൻ സ്റ്റോറി കൂടെ ഞാൻ ചോദിച്ചു വരുന്ന ഇതാണ്. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ആർഷഭാരത സംസ്കാരത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ. ആ ഒരു ലോകത്തേക്കാണോ നമ്മൾ എത്തേണ്ടത്? നമ്മളുണ്ടല്ലോ ഇപ്പൊ ഈ പറയുന്ന മഹാഭാരതത്തിന്റെ വലുപ്പം എത്രയുണ്ട്? വളരെ ചെറുതാണ്.
അതേപോലത്തെ നമ്മുടെ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ പോണ 2 ടോറസിൽ കയറ്റി വെച്ചാൽ തീരില്ലാത്തതുകൊണ്ട് ഗ്രന്ഥങ്ങൾ സാധാരണക്കാരുടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർന്നിട്ട് പറ. ഇത്രയും ഗ്രന്ഥങ്ങൾ ഉള്ളതിനകത്ത് ഒരു മഹാഭാരതം ഒരു രാമായണം വെച്ചുകൊണ്ട് ആർഷഭാരതത്തിന്റെ സംസ്കാരം പറയാൻ ആർക്കാ അറിവുള്ളത്? ഇവിടെ പറയുന്ന തുടങ്ങണം നമുക്ക് അങ്ങ് അറ്റം മുതൽ ഇങ്ങറ്റം വരെ വരണം, അപ്പോഴേ അത് എവിടെയെങ്കിലും എത്തുള്ളൂ. അതിനകത്ത് വെറും 2 കണ്ണി എടുത്ത് വെച്ച് ചർച്ച ചെയ്യുകയാണ്. എന്ത് ചർച്ച അത്? എവിടെ തുടങ്ങണം? ഇത് എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് വേദം ഉപനിഷത്ത് മുതൽ ഇനി തുടങ്ങണം. എന്നിട്ട് പുരാണങ്ങൾ വന്ന് എല്ലാത്തിനും എടുത്തു വെച്ചാണ്ട് പഠിക്കുക. എന്നിട്ട് സംസ്കാരത്തെ പറ്റി പറ, അപ്പോഴേ മതിയാവുള്ളൂ. ചാതുർവർണ്ണത്തെ പറ്റി പറഞ്ഞാൽ ചാതുർവർണ്ണം കൊള്ളാന്ന് പറയും. എന്തിനാ നല്ലതെന്ന് പറഞ്ഞാൽ ഇവിടെ ആകപ്പാടെ ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞു മാത്രം, ഈ അന്തിച്ചർച്ച പറഞ്ഞു മാത്രം നല്ലതുണ്ട്. നമുക്ക് ചാനൽ ഇല്ലാത്തതുകൊണ്ട്, അതായത് നമ്മൾ ഈ പറയുന്ന വിശ്വാസികളായിട്ടുള്ള ആത്മജ്ഞാനികളായിട്ടുള്ള ഗുരുക്കന്മാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മീയ ഗുരുക്കന്മാർക്കോ ചാനലില്ല.